ഇപ്പോൾ കേരളത്തിൽ ട്രെൻഡിങ് ആയ വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ സമാധിയാണെന്നേ പറയാൻ. സമാധി എന്ന് കേട്ടാൽ ഉടനെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഈ പഴയ ഹിന്ദു തറവാടുകളിലൊക്കെ പ്രായമായ ആൾക്കാരൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ അവരെ അടക്കം ചെയ്യും. മണ്ണിലൊരു കുഴിയെടുത്ത് അവരെ അടക്കം ചെയ്ത് അതിൻ്റെ മുകളിലൊരു കല്ലറ പോലെ ഉണ്ടാക്കി അതിൽ വൈകുന്നേരങ്ങളിലൊക്കെ തിരി കത്തിച്ച് വെക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ആ കുടീരം ഉണ്ടാക്കുന്നതിനെയാണ് പണ്ട് സമാധി വയ്ക്കുക എന്ന് നമ്മൾ കേട്ടിരുന്നത്. എന്നാൽ വലിയ സന്യാസിവരന്മാർ അല്ലെങ്കിൽ പഴയകാലത്ത് ആത്മീയ ആചാര്യന്മാരൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർ സമാധിയായി എന്നും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനർത്ഥം സമാധി എന്ന വാക്കിന് അവിടെ മരണപ്പെട്ടു അല്ലെങ്കിൽ അന്തരിച്ചു എന്നർത്ഥമാണുള്ളത്. സമാധി എന്ന വാക്കിന് സർവ ഏകാഗ്രതയോടെയുള്ള ധ്യാനം അല്ലെങ്കിൽ തപസ്, മൗനവ്രതം, ദുഃഖം എന്നൊക്കെ അർത്ഥമുണ്ട്. ഇപ്പോൾ സമാധി എന്ന വാക്കിനെ നമുക്കൊന്ന് പിരിച്ചു പറയുകയാണെങ്കിൽ സമ പ്ലസ് ദി എന്നുവെച്ചാൽ സമ എന്ന് പറഞ്ഞാൽ സമനില പ്ലസ് ദി എന്നുള്ള വാക്ക് ബുദ്ധി. അപ്പോൾ ഭൗതികമായി സമനിലയിലെത്തുന്ന ഒരവസ്ഥയെയാണ് സമാധി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിതിവിടെ ചർച്ച ചെയ്യാൻ കാരണം നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി എന്ന വിഷയവുമായി ഉണ്ടായ വിവാദങ്ങളാണ്. നമുക്കൊക്കെ അറിയാം, വയസ്സായിരുന്ന അദ്ദേഹം ഒരു സന്യാസിയായിരുന്നുവെന്നും അദ്ദേഹം സമാധി അടയാനായിട്ട് ആഗ്രഹിച്ചിരുന്നുവെന്നും ഒക്കെ പറയുന്ന ഒരു വിവാദമൊക്കെ ഉണ്ടായി. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടുവെന്നും അത് സമാധിയായിന്നേ പറയുള്ളൂ, മരിച്ചിട്ടില്ലെന്നും സമാധിയായി എന്നൊക്കെയാണ് അവരുടെ വീട്ടുകാർ പറയണത്. അപ്പോൾ അദ്ദേഹത്തെ കാണാനില്ല എന്ന് പറഞ്ഞ് അയൽവാസികൾ പരാതി കൊടുത്തു. അത് അന്വേഷിച്ചിട്ടുള്ള അന്വേഷണമാണ് അദ്ദേഹം സമാധിയായി എന്നുള്ള വിവരത്തിൽ എത്തിച്ചേരുന്നത്. പിന്നെ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിയാം. ഇന്ന് പ്രത്യേകിച്ചും അതുമായിട്ട് അതൊക്കെ പൊളിക്കുകയും കല്ലറ പൊളിക്കുകയും കോടതി ഉത്തരവനുസരിച്ച് പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുകയൊക്കെ ചെയ്തു. പ്രത്യേകിച്ച് ഇപ്പോൾ ഇതുവരെ കിട്ടിയ വിവരങ്ങളനുസരിച്ച് പ്രത്യേകിച്ച് അസ്വാഭാവികമായ ഒന്നും നടന്നിട്ടില്ല, ഒരു സ്വാഭാവിക മരണം തന്നെയാണെന്നുള്ള രീതിയിലാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇനി ഫോറൻസിക് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും അതിനകത്ത് മറ്റ് വിവാദങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് പറയുമ്പോഴും അതിൽ അപകടമുള്ളത് ഹിന്ദു വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വികാരം അവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള വലിയൊരു പ്രചാരം കിട്ടും. നാളെ നടക്കാൻ പോകുന്നത് അവിടെ വലിയ തോതിൽ ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നുള്ള സന്യാസിവരന്മാരൊക്കെ വന്നിട്ടാണ് ഇനി വീണ്ടും അവിടെ ആ സമാധി വീണ്ടും നടത്താനുള്ള ആലോചന നടത്തുന്നത്. അപ്പോൾ അത് വല്ലാത്തൊരു മുതലെടുപ്പിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പഴയ തറവാടുകളിലൊക്കെ കണ്ടിരുന്ന ആ സമാധികളൊന്നും തന്നെ ഇപ്പോൾ കാണുന്നില്ല. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത് സ്ഥലപരിമിതിയുണ്ട്, അല്ലെങ്കിൽ ആധുനിക രീതിയിലുള്ള ശവമടക്ക് രീതികളൊക്കെ പ്രചാരത്തിൽ വന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെയുള്ള ഈ അടക്കം ചെയ്യുന്ന പരിപാടികൾ എന്ന് പറഞ്ഞാൽ സമാധി വയ്ക്കുന്ന പരിപാടികളൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. എല്ലാവരും എന്താ പറയണ്ടേ ശവം ദഹിപ്പിക്കുക എന്നുള്ള ഒരു ഇതിലേക്ക് വന്നു. എന്ന് മാത്രമല്ല അതൊരു വലിയ വ്യാപാരം പോലെ തന്നെ അതിനുള്ള ചില പ്രത്യേക സെൻറ്ററുകളുണ്ട്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ അതൊക്കെ പലതരം ഗ്യാസ് ഉപയോഗിച്ചിട്ടുള്ള ശവദാഹം നടത്തുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ, അത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഈ സമാധിയാകുക എന്നുള്ള വാക്ക് നമ്മൾ അധികം കേട്ടു തുടങ്ങുന്നത് അല്ലെങ്കിൽ അധികം ഇന്നത്തെ തലമുറയ്ക്ക് അറിയാവുന്നപ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരു സമാധിയായി എന്നുള്ളതാണ് ഒരു 100 വർഷത്തിനിടയിൽ നമ്മൾ കേട്ടിട്ടുണ്ടാകുന്ന ഒരു ചരിത്രം. അതിനു മുമ്പുള്ള ശ്രീബുദ്ധൻ്റെയും മറ്റ് സന്യാസിമാരുടെയൊക്കെ കേട്ട കഥകളും ചരിത്രങ്ങളൊക്കെ അവിടെയുണ്ട്. നമുക്ക് ആദ്യം ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു കാര്യം എടുക്കാം. അദ്ദേഹം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള എന്താണ്, ശ്രീനാരായണ ഗുരു സമാധിയായി എന്നുള്ളതാണ്. ഇപ്പോൾ ഗുരുദേവൻ 1928 സെപ്റ്റംബർ 20 വർക്കലയിലെ ശിവഗിരിയിൽ വെച്ചായിരുന്നു സമാധി അടയുക എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇനിയിപ്പോൾ നമുക്ക് ആ സമാധി എന്നുള്ള വാക്കിനെ പൊതുവെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ മരണത്തിൻ്റെ കാരണമായത് അദ്ദേഹത്തിനുണ്ടായ ദഹനക്കുറവാണ്. പ്രോസ്റ്റേറ്റിൻ്റെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാണ് മരണം സംഭവിച്ചത് എന്നാണ് ചരിത്രത്തിൽ പലയിടത്തും പറയുന്നത്. അപ്പോൾ അങ്ങനെ ഗുരുവിനോട് ചോദിക്കുന്നുണ്ട് ശിഷ്യർ, അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്നത് സമാധി ഇരുത്തണോ, ദഹിപ്പിക്കണോ, അങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കുമല്ലോ ചോദിച്ചിട്ടുണ്ടാകും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി കേട്ടാൽ വളരെ രസകരമായി തോന്നും. ചക്കിലാട്ടി തെങ്ങിൻ്റെ ചോട്ടിലിട്ട് മൂടുക എന്നായിരുന്നു അത്രേ അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇത് ഒരിടത്ത് വായിച്ചതാണ്. ഇനി വിവാദമാക്കരുത്. കാരണം എന്തു പറഞ്ഞാലും വിവാദമാക്കുന്നൊരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ടാവുന്നതുകൊണ്ടാണ് പറയണത്. ഞാൻ ഒരിടത്ത് വായിച്ച ഒരു വിവരം വെച്ചാണ് ഇങ്ങനെ പറഞ്ഞത്. ഇങ്ങനെ ശിഷ്യരോട് ശ്രീനാരായണ ഗുരു പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ സമാധിയെപ്പറ്റി
അല്ലെങ്കിൽ തൻ്റെ മരണശേഷം തൻ്റെ ശരീരത്തെ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച ആ ആധ്യാത്മിക ഗുരു ഈ മരുത്തുമലയിൽ, ഇപ്പം നമ്മുടെ ഈ കോമൻ സ്വാമി മരുത്തുമലയുമായി ധ്യാനമിരുന്ന ആളാന്നൊക്കെയാണ് പറയണത്. അദ്ദേഹവും മരുത്തുമലയിലുള്ള ഏറ്റവും മുകളിലുള്ള പിള്ളത്തടം എന്നൊരു ഗുഹയിൽ ധ്യാനിച്ചാണ് അന്നത്തെ നാണുവാശാൻ എന്നറിയപ്പെടുന്ന ആൾ നാരായണ ഗുരുവായത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ കാര്യം പറഞ്ഞു പോകുമ്പോൾ തന്നെ ശ്രീനാരായണ ഗുരു പണ്ട് ശിഷ്യരോട് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞതും കൂടെ ഈ ഘട്ടത്തിലൊന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കി എന്നാണ് പറയണത്. അപ്പോൾ അത് ശിഷ്യർ ഗുരുവിന് കാണിച്ചു കൊടുക്കാനായിട്ട് ക്ഷണിച്ചു എന്നും അങ്ങനെ അത് കാണിച്ചു കൊടുത്തപ്പോൾ എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്രേ, അത് പറഞ്ഞത് ഇങ്ങനെയാണെന്നാണ് പറയണത്, ഒരുപാട് കാലം ജീവിച്ചിരിക്കും, എന്തായാലും ആഹാരം വേണ്ടതില്ലല്ലോ. ഒരുപാട് അർത്ഥവ്യാപ്തിയുള്ള ഈ വാക്ക് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ തലമുറയ്ക്ക് എന്ന് പറഞ്ഞാൽ പിന്തലമുറക്കാരെ, അദ്ദേഹത്തെ ആരാധിക്കുന്നവർ അതൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നൊന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. വളരെ അർത്ഥമുള്ള വാക്കാണ്. ഈ പ്രതിമയാണ് പറയുന്നത് കേട്ടോ. ഒരുപാട് കാലം ജീവിച്ചിരിക്കും, പക്ഷെ ആഹാരം വേണ്ടല്ലോ എന്നാണ്. സരസമായി വലിയ അർത്ഥവ്യാപ്തിയുള്ള ഒരു വാചകമാണ് ഒരു പ്രതിമയെ നോക്കി, അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പ്രതിമയെ നോക്കിയിട്ട് ശ്രീനാരായണ ഗുരു തൻ്റെ അനുയായികളോട് പറഞ്ഞത് എന്ന് നാം ഈ ഘട്ടത്തിൽ ഓർക്കണം. അദ്ദേഹത്തിൻ്റെ മരണകാരണത്തെപ്പറ്റി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ആ സമയത്ത് അദ്ദേഹം എന്താ ചെയ്തത്? ആലുവയിൽ പോയി ഡോക്ടർമാരെ കണ്ടു, അങ്ങനെ ചികിത്സയൊക്കെ നടത്തി. മദ്രാസിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ പരിശോധിപ്പിച്ചു. കാര്യമായി പ്രത്യേകിച്ചൊരു ഗുണവും കിട്ടിയില്ല. പാലക്കാട്ടേക്ക് പോയി ആയുർവേദ ചികിത്സ നടത്തി നോക്കി. എന്നിട്ടും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കാര്യമായിട്ട് അസുഖങ്ങൾക്ക് ഒരു കുറവുണ്ടായില്ല. അപ്പോൾ രോഗം കലശലായപ്പോൾ ഗുരു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ മരണം ഉറപ്പാക്കിയിരിക്കണം. ശിഷ്യർ വായിച്ചു കൊടുക്കുന്ന ദൈവദശകവും കേട്ട് അങ്ങനെ 1928 നല്ല മഴ മൂടി നിൽക്കുന്ന ഒരു സെപ്റ്റംബർ 20 ഗുരു തൻ്റെ കണ്ണുകൾ പതിയെ എന്നേക്കുമായി അടച്ചു. അപ്പോൾ ഡോക്ടർ പൽപ്പ് അദ്ദേഹത്തെ പരിശോധിച്ചു കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞത്രേ, സ്വാമി സമാധി അടഞ്ഞു. ആ കാലഘട്ടത്തിൽ നവോത്ഥാന നായകൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ ആത്മീയ ആചാര്യൻ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടവരുടെ വലിയ ഒരു പുനരുദ്ധാരണത്തിന് കാരണക്കാരനായ മഹാനായ വ്യക്തി മരണപ്പെടുമ്പോൾ ഉപയോഗിക്കപ്പെട്ട ഒരു വാക്കായിരുന്നു സമാധി അടയുക എന്നുള്ളത്. സാധാരണക്കാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു എന്ന് പറയും. കുറച്ചും കൂടി പ്രമുഖരായവരൊക്കെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ അന്തരിച്ചു എന്ന് പറയും. അതും മറ്റ് ചില തന്നെ വിഭാഗത്തിൽപ്പെട്ടവരാണ് കാലം ചെയ്തു എന്ന് പറയും. രാജാവൊക്കെ ആണെങ്കിൽ തീപ്പെട്ടു എന്ന് പറയും. അങ്ങനെ പല വിഭാഗത്തിലെ സമൂഹത്തിലെ ഉന്നത ഓരോ ശ്രേണിയിലുള്ള ആൾക്കാർ മരിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന പലതരം വാക്കുകളുള്ളത്. സന്യാസിവര്യന്മാരൊക്കെ ആണെങ്കിൽ സമാധിയായി എന്ന് പറയും. എന്നുവെച്ചാൽ സ്ഥിരമായ ഒരു സമാധാന നിലയിലേക്ക് മനസ്സിനെ എത്തിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ മനസ്സും ശരീരവും ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ, സ്ഥിരമായ ആനന്ദപരമായ ഒരവസ്ഥയിലേക്ക് ആ ദേഹിയും വിടവാങ്ങി എന്ന് ശുദ്ധമായ അർത്ഥത്തിൽ അത്രയേ ഉള്ളൂ അതിനകത്ത് കാര്യം. എന്നാൽ ശ്രീബുദ്ധൻ അന്തരിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ അത് നമ്മൾ പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ അന്നത്തെ ആ ജനസമൂഹം പറഞ്ഞിരുന്നത് ശ്രീബുദ്ധൻ്റെ പരിനിർവാണം എന്നാണ്. ഉത്തർപ്രദേശിലുള്ള കുശിനഗറിൽ വെച്ചാണ് ശ്രീബുദ്ധൻ്റെ മഹാപരിനിർവാണം സംഭവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിന് കാരണം അദ്ദേഹത്തിനെ ബാധിച്ച അസുഖം തന്നെയായിരുന്നു. ഏതാണ്ട് 80 വയസ്സായിരുന്ന ശ്രീ ബുദ്ധന് ഒരു 3 മാസം മുമ്പ് തന്നെ തൻ്റെ മഹാനിർവാണത്തെ പറ്റിയിട്ടുള്ളൊരു അറിവ് ലഭിക്കുകയും അത് തൻ്റെ അനുയായികളോട് ശിഷ്യന്മാരോടൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അസുഖം മൂലം കഠിന വേദന അനുഭവിച്ചിരുന്ന അദ്ദേഹം മെഡിറ്റേഷനിൽ പോവുകയും അതുവഴി ഒരു രോഗശാന്തി അല്ലെങ്കിൽ ഒരു ആശ്വാസം കണ്ടെത്തുകയും അദ്ദേഹം ചെയ്തിരുന്നു അത്രേ. ഇക്കാര്യം തൻ്റെ കസിനും ശിഷ്യനുമായ ആനന്ദനോട് അദ്ദേഹം പറഞ്ഞിരുന്നു അത്രേ. തൻ്റെ ശരീരത്തിന് ഒരു 80 വയസ്സ് കഴിഞ്ഞു, ഒരു പഴയ വണ്ടി കണക്കെ ആയിക്കഴിഞ്ഞു, ഇനി ഇതുകൊണ്ട് വലിയ പ്രയോജനമില്ല. മരണത്തിൻ്റെ ദൂതൻ വന്ന് ബുദ്ധന് ഒരു 3 മാസത്തെ സമയം കൊടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനുള്ളിൽ അദ്ദേഹം മഹാനിർവാണം സംഭവിക്കുമെന്നുള്ളത് മുൻകൂട്ടി കണ്ടിരുന്നുവെന്നും പറയുന്നു. ഈ ഘട്ടത്തിലാണ് കുശിനഗറിലേക്കുള്ള ഒരു യാത്രക്കിടയിൽ ഒരു സിൽവർ വ്യാപാരി കുണ്ട എന്നൊരാൾ ശ്രീബുദ്ധനെ ഭക്ഷണത്തിനായി ക്ഷണിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് ഒരു ദിവസം അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു. പോർക്കിൻ്റെ ഇളം ഇറച്ചിയാണ് അത്രേ അദ്ദേഹം വന്ന് കഴിച്ചത്.
അതിൽ നിന്ന് വിഷബാധയുണ്ടായി എന്നും അങ്ങനെ അദ്ദേഹത്തിന് അതിസാരം പിടിപെട്ടുവെന്നും അങ്ങനെ മരണപ്പെട്ടുവെന്നും ഒക്കെയാണ് പറയുന്നത്. എന്നിട്ട് പോലും ഒരിക്കലും ആ ഗുണ്ട എന്ന ആ മനുഷ്യനോടൊരു വിരോധമോ അങ്ങനെ അദ്ദേഹം കാരണം ആണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പുറം ലോകം അറിയരുതെന്ന് പോലും ശ്രീബുദ്ധന് നിർബന്ധമുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആ മരണകാരണം ഇന്നും നമുക്കൊരു ദുരൂഹത നിറഞ്ഞതാണ്. ഇതൊക്കെ നമ്മൾ കേട്ടറിഞ്ഞ അല്ലെങ്കിൽ വായിച്ചറിഞ്ഞ ചില കാര്യങ്ങൾ മാത്രം. ഇതിനോട് എതിരഭിപ്രായങ്ങളുള്ളവരുണ്ടായിരിക്കാം. ആരുടെയും വികാരം വ്രണപ്പെടുത്താനോ മറ്റോ ഈ വീഡിയോ കൊണ്ട് യാതൊരു ഉദ്ദേശവുമില്ല. അങ്ങനെ ആരുമായി കലഹിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ ഈ സമാധി എന്ന ഈ ഒരു വിവാദ വിഷയമുണ്ടായപ്പോൾ എന്താ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മനസ്സമാധാനം കെടുത്തുന്ന അല്ലെങ്കിൽ മതവൈര്യം കൂട്ടുന്ന ചില പ്രവൃത്തികൾ അങ്ങിങ്ങ് വാക്കുകളായും പ്രവൃത്തികളായും കണ്ടു എന്നുള്ളത് കൊണ്ട് ഒരു മുന്നറിയിപ്പായി പറയുകയാണ്. മനസ്സമാധാനം കെടുത്താനായിട്ടുള്ള പ്രവൃത്തികൾ ആരിൽ നിന്നും ഉണ്ടാകരുത്. ഈ ആധുനിക ലോകത്ത് കാലം ഒരുപാട് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ കാലത്തിനൊത്ത് മനുഷ്യനും സഞ്ചരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ വിശ്വാസങ്ങളും നമുക്ക് പുലർത്തുമ്പോഴും മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും സമാധാനവും നിലനിൽക്കുമാറാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വെച്ചോളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.